എല്ലാവരുടെയും പേര് പറയുന്നതിന് അവസരം വിനിയോഗിക്കുന്നില്ല. ജനുവരി മാസം 10-ാം തീയതി കേരളത്തിന്റെ വടക്കേയറ്റത്തെ ജില്ലയായ കാസർഗോഡ് ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ ആരാധ്യനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഐതിഹാസികമായ കേരള മോചന യാത്ര അല്പസമയത്തുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഈ മോചനയാത്ര നാളെ രാവിലെ 9 മണിക്ക് തിരുവല്ലയിൽ വെച്ച പത്തനംതിട്ട ജില്ലയുടെ ഉദ്ഘാടനം നമ്മുടെയൊക്കെ ആരാധ്യനായ നേതാവ് ശ്രീ എ ആന്റണി തിരുവല്ല നാളെ 5 മണ്ഡലത്തിലെ പര്യടനം സമാപിച്ചു കഴിഞ്ഞാൽ നാളെ കേരളത്തിലെ നേതാക്കന്മാർ മുഴുവൻ തലസ്ഥാന നഗരിയിലേക്ക് പ്രയാണം നടത്തും. മറ്റേന്ന് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ UDFിന്റെ നേതാക്കന്മാർ മ്യൂസിയത്തിനടുത്ത് നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യുന്നു. നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാത്രമല്ല പോകുന്നത്, വാഗണുകളിൽ കേരളത്തിൽ ശേഖരിച്ച ഒപ്പുകളും രാജ്ഭവനിൽ താമസമാകേണ്ടി വരും. ഈ കെട്ടുകളെല്ലാം അവിടെ ഗവർണർക്ക് താമസിക്കാൻ ഇടമില്ലാത്ത രീതിയിൽ കെട്ടുകളാണ്. ഇതൊരു ബഹുജന സമ്പർക്ക പരിപാടിയാണ്. 57 മാസക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചു. സാങ്കേതികമായി പറഞ്ഞാൽ ഇനി 3 മാസം കൂടി ഭരിക്കാം. ധാർമ്മികമായി പറഞ്ഞാൽ രാജിവെച്ചൊഴിയുന്ന സമയം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ കുറ്റപത്രം UDFിന്റെ നേതാക്കന്മാർ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നതിന് പകരം ഒരു ബാലറ്റ് പേപ്പറാണ് തന്നതെങ്കിൽ ധരിക്കുന്ന തോന്നും. അച്യുതാനന്ദൻ താഴെ വീണു, യാതൊരു സംശയമില്ല. വോട്ട് ചെയ്ത് അപ്പം തന്നെ താഴെയാണ്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആപാദവൃദ്ധം ജനങ്ങളുടെയും അപ്രീതിക്ക് പാത്രീഭൂതമായ ആദ്യത്തെ ഗവൺമെന്റ് ഈ ഗവൺമെന്റാണ്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് കേരളം ഭരിച്ചിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ആഭ്യന്തര കലാപമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. MN ഗോവിന്ദൻ നായരും TV തോമസുമായി. അച്യുതാനന്ദനെ മാത്രമല്ല പാർട്ടിയിൽ പുറത്താക്കിയതും അല്ലെ തരം താഴ്ത്തിയതും. സഖാവ് സുന്ദരിയെ തരം താഴ്ത്തിയിട്ടുണ്ട്, PC ജോഷിയെ തരം താഴ്ത്തിയിട്ടുണ്ട്, രാജേശ്വർ റാവുവിനെ തരം താഴ്ത്തിയിട്ടുണ്ട്, SA ബാങ്കിയെ തരം താഴ്ത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുത്ത EMSന്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ശാസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്യുതാനന്ദനെ ശാസിച്ചത് കൊണ്ട് മാത്രമൊന്നും ഇവിടെ ഒരു പുതുമ നമ്മൾ കാണുന്നു. പക്ഷെ പഴയ കാലത്തെ ഗ്രൂപ്പിന് ഒരു അന്തസ്സാണ്. MNന്റെ കാലത്ത്, TVയുടെ കാലത്ത് 57 വലിയ സമരമാണ്. MN ഞാനായ പാർട്ടി സെക്രട്ടറിയെങ്കിൽ ഒരു കാരണവശാലും TV തോമസ് മുഖ്യമന്ത്രിയായി. പട്ടം താണുള്ള തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് TV തോമസാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് TV തോമസാണ്. അപ്പൊ ഐക്യകേരളം ഉണ്ടാകുന്ന സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകേണ്ടത് TV തോമസ്. MN പറഞ്ഞു, ഞാനാണ് പാർട്ടി സെക്രട്ടറി എങ്കിൽ അയാളെ ആക്കില്ല. പകരക്കാരനെ തിരക്കി MN ഡൽഹിയിൽക്കുന്നു. AK ഗോപാലിനെ കണ്ടു, കേരളത്തിലേക്ക് വിളിച്ചു, മുഖ്യമന്ത്രിയാകാൻ. പക്ഷെ AK ഗോപാലൻ പറഞ്ഞു, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ് ഞാൻ, അതിനേക്കാൾ വലുതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് ഭാഗ്യമാണ്, അത് കളഞ്ഞിട്ട് ഞാൻ കേരളത്തിലേക്കില്ല. മാത്രവുമല്ല, നമ്മുടെ പാർട്ടി ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത പാർട്ടിയാണ്. നമ്മുടെ പാർട്ടി സർവാധിപത്യ പാർട്ടിയാണ്. ബാലറ്റ് പേപ്പറിൽ വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിൽ അധികാരത്തിൽ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. വന്നാലും എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം.